ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഹത്തയിലത്തെ ഒരു സുഹൈല ഡാം എന്ന് പറഞ്ഞ ഡാം കാണാനാണ് കേട്ടോ. അവിടെ നല്ല രസമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള മലകളാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. ഷാർജയിൽ നിന്ന് ഈ സുഹൈല ഡാമിക്ക് 1.5 മണിക്കൂറാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഇപ്പം നല്ല ചൂടായ കാരണം നമ്മൾ ഉച്ചരിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ഇറങ്ങുമ്പോൾ ഒരു 5 മണിയൊക്കെ ആയി ഉണ്ടാവും. ഇവിടെ ഇപ്പം നല്ല ചൂടായ കാരണം ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഹത്തിൽ എത്താറായിട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ, മലയുടെ മുകളിൽ ഹത്താന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സുഹൈല ഡാമിലേക്ക് എത്തിയിട്ടോ. ഡാമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ചെറിയതായിട്ട് വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. വെള്ളം കുറവായ കാരണം ഇപ്പം അധികം ഫോഴ്സിൽ വരുന്നില്ല കേട്ടോ. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എല്ലാവരും കളിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ. പക്ഷേ ഇവിടെ അത്ര ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, അതിൽ നമ്മൾ റീൽസിൽ കണ്ട പോലെ. ഇതൊരു ഫാർമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതവിടെ പൂട്ടിയിട്ടിരിക്കുന്ന കാരണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ തെങ്ങും വാഴയും ഒക്കെ ഉണ്ട് കേട്ടോ കുറേ. ഇനി അതിൻ്റെ ഉള്ളിൽ വല്ല ചെടികളുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. പനേമിൽ ഈത്തപ്പഴമൊക്കെ നന്നായി കായ്ച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇവിടെ വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ചൊന്ന് നടന്നു നോക്കി അവിടെയൊക്കെ എന്താണെന്നുള്ളത് നോക്കാൻ. നമ്മൾ ഈ മലയമ്മക്കൂടൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ അവിടെ സൈഡിലായിട്ട് നമ്മളൊരു ആടിൻ്റെ ഫാമൊക്കെ കണ്ടു കേട്ടോ. സാധാ ആടുകളും പിന്നെ ചെമ്മരി ആടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഡാമിൻ്റെ മേലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ കാണുന്ന വഴി കൂടെ അല്ല വന്നത്, ആ മലയുടെ സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ വന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ. എൻ്റെ ഷാളൊക്കെ പറന്നു വരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റായിരുന്നു. വലിയ മലകളും അതിൻ്റെ താഴെ ഈ ഡാം കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ വെള്ളത്തേക്ക് നോക്കിയപ്പോൾ കുറേ മീനുകൾ ഉണ്ടായിട്ടോ.
ഈ ഡാമിൻ്റെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും എല്ലാ സ്ഥലത്തും നല്ല വ്യൂ ആണ് കേട്ടോ. അത് കാരണം നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ടാവും. ഇനി നമുക്ക് ആ വെള്ളച്ചാട്ടം വരുന്ന ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഡാമിൻ്റെ ആ അറ്റത്ത് മാത്രമാണ് കേട്ടോ ഒത്തിരി വെള്ളം പോകുന്നത്. അതിൽ ഇവിടെയൊക്കെ നല്ല വെള്ളം കുറവാണ്. ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ, അതാവും. എപ്പോൾ വരുമ്പോഴും കുറച്ച് നേരത്തെ വന്നു കേട്ടോ, കാരണം നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ. അപ്പം നമുക്ക് കുറച്ച് നേരം എൻജോയ് ചെയ്തിരിക്കാമല്ലോ. പക്ഷെ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റ് ആയിട്ടോ. ഇവിടുന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാലൊരു സ്ഥലമുണ്ട്, അവിടെ നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തണുപ്പ് കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ക്യാമ്പ് ചെയ്തിരിക്കാൻ നല്ല രസമായിരിക്കും. പിന്നെ ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാൻ, കണ്ടില്ലേ. ട്രിപ്പ് എന്തായാലും നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ രാത്രിയായി. അപ്പം മലകളിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ടായി രാത്രിയിലത്തെ ആ നൈറ്റ് ഡ്രൈവും വ്യൂ ഒക്കെ. അപ്പോൾ ഇത്രക്കുള്ള ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.